സംസ്ഥാനത്ത് ഇന്നലെ മാത്രം പാമ്പ് കടിയേറ്റ് ആംബുലൻസ് സഹായം തേടിയത് 23 പേരാണ്. പാമ്പ് കടി സംശയവുമായി 9 പേരും ആംബുലൻസ് വിളിച്ചു. ആലപ്പുഴയിൽ ഇന്നലെ മാത്രം 7 പേർക്കാണ് പാമ്പ് കടിയേറ്റത്. കായംകുളത്ത് 3 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. 2 കുട്ടികളെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റു 3 പേർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. ആലപ്പുഴ, ചേർത്തല, തണ്ണീർമുക്കം എന്നിവിടങ്ങളിൽ 2 പേർക്ക് പാമ്പിന്റെ കടിയേറ്റു. ഇവരും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. തിരുവനന്തപുരത്ത് മാത്രം 5 പേർക്ക് ഇന്നലെ പാമ്പിന്റെ കടിയേറ്റു. പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താലൂക്ക് മുതലുള്ള ആശുപത്രികളിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി. അതേസമയം ഈ ആശുപത്രികളിൽ മരുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ല എന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. കേരളത്തിലെ കടുത്ത ഉഷ്ണതരംഗത്തിന് പിന്നാലെയാണ് പാമ്പുകളെ കുറിച്ചുള്ള ഭീതിയും നമ്മുടെ സംസ്ഥാനത്ത് ഉയരുന്നത്. പാമ്പുകളുടെ താവളം ഒരുക്കുന്നതിൽ മനുഷ്യന്റെ അശ്രദ്ധയ്ക്കും വലിയ പങ്കുണ്ട്. വീട്ടുപരിസരത്തെ പുല്ലും കാടുകളും വെട്ടിത്തെളിച്ച് സൂക്ഷിക്കലാണ് ഇതിൽ പ്രധാനം. വിറക്, ചിരട്ട, പഴയ പാത്രങ്ങൾ എന്നിവ കൂട്ടിയിടാതെ സൂക്ഷിക്കുക, അതുപോലെ രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചം ഉപയോഗിക്കുക, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രി തറയിൽ കിടന്നുറങ്ങുന്നത് ഒഴിവാക്കുന്നത് വെള്ളിക്കെട്ടൻ പോലെയുള്ള പാമ്പുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. ഉറങ്ങുമ്പോൾ കട്ടിലോ കൊതുക് വലയോ ഉപയോഗിക്കുക. പറമ്പിൽ ഇറങ്ങുമ്പോൾ കട്ടിയുള്ള പാദരക്ഷകളും നീളമുള്ള പാന്റും ഒക്കെ ധരിക്കാൻ ശ്രദ്ധിക്കുക. ഷൂ ഉപയോഗിക്കുക. വീട്ടിലെ വിടവുകൾ പാമ്പുകൾ കടക്കാതിരിക്കാൻ അടച്ചു സൂക്ഷിക്കണം. കടിയേറ്റാൽ ഒരിക്കലും പരിഭ്രമിക്കരുത്. പേടിക്കുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും വിഷം വേഗത്തിൽ ശരീരത്തിൽ വ്യാപിക്കുകയും ചെയ്യും. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുമായിരുന്നു. പക്ഷേ സമൂഹം ആധുനികതയിലേക്ക് നീങ്ങിയപ്പോൾ നമ്മൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങി. ഇവയുടെ നിയന്ത്രണം ക്രമാതീതമായി ഉയരാനും തുടങ്ങി. ഇത് തന്നെയാണ് തെരുവ് നായയുടെ കാര്യത്തിലും കാട്ടുപന്നിയുടെ കാര്യത്തിലും എല്ലാം സംഭവിച്ചത്. സ്വാഭാവികമായ ഒരു ഹണ്ടിങ് പീരീഡ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വേട്ടയാടൽ കാലം ഇല്ല എങ്കിൽ എല്ലാ ജീവികളുടെ കാര്യത്തിലും ഈ വർധനവുണ്ടാകും. മനുഷ്യന് ജീവിക്കാൻ, ഭയമില്ലാതെ ജീവിക്കാൻ കഴിയണം. മറ്റ് ജീവികളുടെ കാര്യത്തിൽ അവയെ മുച്ചൂട് നശിപ്പിക്കുകയല്ല, ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയണം. പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ ഇവിടത്തെ അന്ധമായ പരിസ്ഥിതിവാദികൾ സമ്മതിക്കില്ല, ദഹിക്കില്ല. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഇത്തരത്തിലൊരു ഹണ്ടിങ് പീരീഡ് ഉണ്ടാവാറുണ്ട്. അതിലൂടെ വന്യജീവികളുടെ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ കഴിയും, എണ്ണം കുറയ്ക്കാൻ കഴിയും. അത് മറ്റ് ജീവജാലങ്ങൾക്ക് നല്ലതാണ്. എന്നാൽ നമുക്കിതിനൊന്നും കഴിയില്ല. ഒരു പാമ്പിനെ തല്ലിക്കൊന്നാൽ അകത്തുപോകും. മനുഷ്യനേക്കാൾ വിലയുണ്ട് പാമ്പിനും പഴുതാരയ്ക്കും. ഇതൊക്കെ പൊളിച്ചെഴുതേണ്ട കാലമായി. വേനൽ കടക്കുന്നതോടെ പാമ്പുകൾ തണുപ്പ് തേടി വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും ഇറങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം നിർദ്ദേശിക്കുന്നു. നല്ല നിർദ്ദേശം. എത്ര ജാഗ്രത പാലിച്ചാലും ഈ ജീവികളെ നിയന്ത്രിക്കാനുള്ള അധികാരം നമുക്കുണ്ടോ, പൊതുജനത്തിനുണ്ടോ? ഇല്ല. കാലാവസ്ഥ നമ്മുടെ കയ്യിലല്ല, സമ്മതിക്കുന്നു. ചൂട് ചുമക്കുന്നത് വരെ സഹിക്കുകയേ വഴിയുള്ളൂ. ഡാമുകളിൽ വെള്ളം കുറഞ്ഞതിനാൽ വൈദ്യുതി നിയന്ത്രിക്കാതെ വഴിയില്ല. എന്നാൽ ഈ പാമ്പുകളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ഒരു തവണ മുട്ടയിട്ടാൽ വിരിഞ്ഞിറങ്ങുന്നത് ഉഗ്രവിഷമുള്ള 30ഓളം പാമ്പിൻ